ഈ രണ്ട് ഡൊമസ്റ്റിക് ബിഗ് ഹിറ്റർമാരിൽ വലിയ പ്രതീക്ഷയാണ് ചെന്നൈ ആരാധകർക്കുള്ളത്. കാർത്തിക് ശർമ്മയ്ക്ക് പകരം ഉർവിൽ പട്ടേലിന് വരും മത്സരങ്ങളിൽ അവസരം നൽകാനുള്ള സാധ്യതയും പലരും പറയുന്നു. 2025 പതിപ്പിൽ 3 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ഉർവിൽ പട്ടേൽ ശ്രദ്ധേയമായ പ്രകടനമാണ് നടത്തിയിരുന്നത്. വരും മത്സരങ്ങളിൽ MS ധോണി കൂടി പ്ലേയിങ് ഇലവനെത്തിയാൽ ഫിനിഷിങ്ങിലടക്കം ചെന്നൈക്കത് പോസിറ്റീവാകും. മധ്യ ഓവറുകളിൽ ശിവൻ ദുബെക്ക് സമ്മർദ്ദമില്ലാതെ കളിക്കാനും ധോണിയുടെ വരവ് സഹായകരമാകും. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെന്നൈ പോയ 2 മത്സരങ്ങളിലും 200 കടന്നിട്ടുണ്ട്. അതവരുടെ ബാറ്റിംഗ് ഡെപ്തിനെയാണ് കാണിക്കുന്നത്. പരിക്ക് കാരണം റോൾഡ് ഔട്ടായ ഓസീസ് പേസർ നഥാൻ എല്ലിസിൻ്റെ അഭാവം ഇതുവരെ ടീമിന് പരിഹരിക്കാനായില്ല. ഡെത്ത് ഓവറിലടക്കം ടീം ഏറ്റവും പ്രതീക്ഷ വെച്ച താരമായിരുന്നു എല്ലിസ്. ബൗളിങ്ങിൽ മികച്ചൊരു കോമ്പിനേഷൻ കൊണ്ടുവരാനാകാത്തത് പോയ കളിയിലെല്ലാം തെളിഞ്ഞു കാണുകയും ചെയ്തു. ഖലീൽ അഹമ്മദ് മാറ്റ് ഹെൻറി പേസ് കോംബോക്ക് പവർ പ്ലേയിൽ പലപ്പോഴും നിർണായകമായ ബ്രേക്ക് ത്രൂ വിക്കറ്റ് നൽകാനാകുന്നില്ല. ഡെത്ത് ഓവറുകളിലും ഇരുവരും റൺസ് യഥേഷ്ടം വിട്ടുകൊടുക്കുന്നു. ഇത് കളി കൈവിടുന്നതിന് പ്രധാന കാരണമാണ്. എല്ലിസിന് പകരം എത്തിച്ച ഓസീസ് പേസർ സ്പെൻസർ ജോൺസൺ ആദ്യ പകുതിയിൽ ഉണ്ടാകുന്നില്ലെന്നതും തിരിച്ചടിയാണ്. 5 വിക്കറ്റ് നേടിയ അൻഷുൽ കംബോജ് മാത്രമാണ് ബോളിങ്ങിൽ അല്പമെങ്കിലും തെളിഞ്ഞത്. ബാറ്റിങ്ങിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ബോളിങ്ങിൽ ജാമി ഓവർട്ടണ് കാര്യമായ കോൺട്രിബ്യൂഷൻ നൽകാനാകുന്നില്ല. പകരക്കാരനായ ന്യൂസിലാൻഡിൻ്റെ പേസ് ബോളർ സാക് വോക്സാണ് സ്ക്വാഡിലുള്ളത്. എന്നാൽ ഇന്ത്യൻ കണ്ടീഷനിൽ ഈ കിവി ബോളർ എത്രത്തോളം സെറ്റാകുമെന്നതും കണ്ടുതന്നെ അറിയണം. വലിയ പ്രതീക്ഷ വെച്ചിരുന്ന അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദിൻ്റെ മോശം പെർഫോമൻസ് പോയ 3 കളിയിലും ചെന്നൈ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. സ്പിന്നിനെ തുളക്കുന്ന ചെപ്പോക്കിലടക്കം പന്തറിഞ്ഞിട്ടും ഇതുവരെ ഒരു വിക്കറ്റ് പോലും പോക്കറ്റിലാക്കാൻ നൂർ അഹമ്മദിനായിട്ടില്ല.